എന്താ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ അസൂയയും കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തി. അനുമോൾ കെട്ടാൻ പോകുന്ന പയ്യനെ കണ്ടു നല്ല സുന്ദരൻ ചെറുക്കൻ. സത്യം ആ പയ്യന്റെ ഗ്ലാമർ കണ്ട് കുരു പൊട്ടിയിടുന്ന കമന്റുകളാണ് ഞാൻ എഴുതി വെച്ചു തരാം. കാരണം ഈ ജിമ്മി പോണ്ട എടുത്തു ചേട്ടാ ചേട്ടാ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കണ്ട, ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട എന്നുള്ളതാണ്. കുറച്ചു മുമ്പ് അനുമോള് തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് തന്റെ ചേട്ടന്റെ, അതായത് ഭുവന്റെ വീട്ടിലേക്ക് പോകുന്ന ഭുവന്റെ അമ്മായിക്ക് കാണിക്കുന്ന ഒരു നല്ലൊരു വീഡിയോ, അവരുടെ വീട് പരിചയപ്പെടുന്ന ഒരു വീഡിയോ. അതിനകത്ത് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു ഭാഗത്ത് തനിക്കെതിരെ വരുന്ന പിന്നീട് ബാഡ് കമന്റുകൾ, തനിക്കെതിരെ വരുന്ന ഹേറ്റ് വീഡിയോസ്, അതിനെക്കുറിച്ച് അനുമോൾ കുറച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വീഡിയോ വെക്കാം. അതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന ഈ അനുമോൾക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ഹേറ്റ്സ് ഇങ്ങനെ വരാൻ കാരണം? ഞാൻ കണ്ടു ആ ഫോട്ടോ, ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വേണേ അത് കിട്ടുകയാണെങ്കിൽ ഇവിടെ കൊടുക്കാം. അതിൽ ഒരു ഈ പറയുന്ന ഒരു അവളെ ഒന്നും പറയാറില്ല, ഇങ്ങനെ ഇങ്ങനെ കണ്ണൂരിട്ട് ഇരിക്കും. അതിനകത്ത് ഓരോ ഈ പറയുന്ന അനുമോളെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഒരുത്തൻ ഇരുന്ന് എന്തോക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ട് ഇത്രയും ഹേറ്റ്സ് അനുമോൾക്ക് ഇതുവരെ ഇല്ലാത്ത ഹേറ്റ്സ് ഇപ്പോഴാണ് എന്നുള്ളതാണ് വീണ്ടും എനിക്ക് തോന്നുന്നത്. അതുപോലെ കമന്റ് ബോക്സിൽ മൊത്തം ഇത് തന്നെയാണ്. ഒരു പരിധി വരെ നല്ല പിന്നീട് സപ്പോർട്ട് ചെയ്യുന്ന കമന്റ് ഒരുപാടുണ്ടെങ്കിലും ഒരു പരിധി വരെ കുറെ ഒരു കുരുപൊട്ടി. ഇതിന്റെ മെയിൻ കാരണം എന്നറിയുമോ? മെയിൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ആ പയ്യനാണ്. ഓക്കെ, അതായത് ഇവർക്ക് അനുമോളെ ഇഷ്ടമല്ലായിരുന്നു, ഇവൾ എങ്ങനെയെങ്കിലും തൊലഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു വിവാഹം ഉണ്ടായിരുന്നു എന്നുള്ളത്. അനുമോൾ കെട്ടാൻ പോകുന്ന പയ്യനെ കണ്ടു നല്ല സുന്ദരൻ ചെറുക്കൻ. സത്യം ആ പയ്യന്റെ ഗ്ലാമർ കണ്ട് കുരു പൊട്ടിയിടുന്ന കമന്റുകളാണ് ഞാൻ എഴുതി വെച്ചു തരാം. കാരണം ഈ പറയുന്ന അനുമോൾക്ക് ഇത്രയും സുന്ദരനായ ഒരു പയ്യനെ കിട്ടിയോ, അല്ലെങ്കിൽ ഞാൻ വെറുക്കുന്ന, നമ്മൾ വെറുക്കുന്ന, തൊലഞ്ഞു പോകണമേ എന്ന് ആഗ്രഹിച്ച അനുമോൾക്ക് ഇത്രയും സുന്ദരനായ ഒരു പയ്യനെ കിട്ടിയല്ലോ എന്നുള്ളതാണ് മെയിൻ കാരണം. നിങ്ങൾ പറഞ്ഞു, ഇതാണ് മെയിൻ കാരണം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഈ പറയുന്ന കുറച്ചിട്ട് കറുത്തിരുന്നവനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് തടിയുള്ളവനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പൊക്കമുള്ളവനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവനാണെങ്കിൽ കണ്ടാ അവൾക്ക് ഇതേ കിട്ടുള്ളൂ. കണ്ട അയ്യേ കറുത്തിരിക്കുന്നത്, അയ്യേ എന്തൊരു ഏതാ ഒരുത്തനെ, ആർക്കും വേണ്ടാതെ ഒരുത്തനെ കിട്ടി എന്ന് പറഞ്ഞു പരത്താൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത്. അതായത് ഈ ഭുവനെ കുറിച്ച് ഒരു ഒരു നെഗറ്റീവ് പറയാൻ ഇവന്മാരൊക്കെ ഇല്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? കാണാൻ നല്ല സുമുഖനായ, നല്ല ഗ്ലാമറായ ഒരു പയ്യൻ, ഇവർക്കിത് കിട്ടിയല്ലോ, ഇത്രയും ഗ്ലാമർ വെച്ച പയ്യൻ അവർക്ക് കിട്ടിയല്ലോ എന്നുള്ള ചിന്തയാണ്ട്. ഇതിൽ വേറെ ഒന്നുമില്ല. അത് കണ്ട് കുശുമ്പ് മൂത്ത്, അസൂയ മൂത്ത് കുരു പൊട്ടിയിടുന്ന കമന്റുകളും വീഡിയോസും ആണ്. അതിന് ഒരു മാറ്റമില്ല. 101% ഞാൻ എഴുതരാം. അനുമോൾ ഇത് കാണുകയാണെങ്കിൽ വിചാരിച്ചോ ഇത് തന്നെയാണ് കാരണം. അത് താങ്കൾ വിജയിച്ചു എന്ന് തന്നെ കരുതിക്കൂ എന്നുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കുശുമ്പുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മോങ്ങലുകൾ ഇങ്ങനെ മോങ്ങിക്കൊണ്ടേയിരിക്കും. ചിലർക്ക് ഉറക്കം വരെ ഇല്ല എന്നുള്ളത്. അയ്യോ അവൾക്ക് ഇത്രയും സുന്ദരനായ ചെറുക്കനെ കിട്ടി, അയ്യോ നമ്മൾ പ്രാഗിക്കൊണ്ടിരുന്നവളാണെ, അവൾക്ക് ഇത്രയും സുന്ദരനായ ചെറുക്കനെ കിട്ടി, അയ്യോ എന്ന് പറഞ്ഞ് ഞെട്ടി ഉണർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. താങ്കൾ എന്താണ്, താങ്കൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട, താങ്കളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടി, ആ കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവരിങ്ങനെ മോങ്ങിക്കൊണ്ടേയിരിക്കും. ഇനി നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്ത് നെഗറ്റീവ് കണ്ടുപിടിക്കാം, ഈ ഇന്റർവ്യൂവിനിടയിൽ എന്ത് നെഗറ്റീവ് കണ്ടുപിടിക്കാം എന്ന് കണ്ണും നട്ടിരിക്കുന്ന കുറെ കുരുത്തുരുമ്പുകളാണ് ഉള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി അനുമോൾ പറഞ്ഞതിലേക്ക്, അനുമോൾ ഈ പറയുന്ന ബാഡ് കമന്റ്സ് ഇട്ടവർക്കെതിരെ പറഞ്ഞ സാധനത്തിലേക്ക് നമുക്ക് പോകാം എന്നുള്ളതാണ്. ഓക്കെ, ഒരാള് എന്റെയും ഭുവന്റെയും ക്യാപ്ഷൻ കൊടുത്ത അനുമോൾ വിഭാഗത്തെ ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷനും കാര്യങ്ങളും, അതിന് താഴെ ഞങ്ങളെ പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എന്റെയും വേറൊരാളുടെ പിക്ക്, എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാനും ഭുവൻ്റെയും കല്യാണ ഫോട്ടോ. എന്ത് വൃത്തികളാണോ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്താ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ അസൂയയും കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തിയുടെ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ കറക്റ്റാണ്. അസൂയയും കുശുമ്പും ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഈ അസൂയയും കുശുമ്പുമാണ് മെയിനായിട്ട് ഞാൻ വിചാരിക്കുന്നത്. ഭുവൻ കാണാൻ നല്ല ഇത്തിരി കൊള്ളാമെന്നുള്ള പയ്യനാണ്. അത് നിനക്ക് എങ്ങനെ കിട്ടി
ഇവൾക്ക് എങ്ങനെ ഇത്രയും സൗന്ദര്യമുള്ള പയ്യനെ കിട്ടിയെന്നുള്ളത്. ഇവിടെ അനുമോള് പറയുന്നത് പറ്റൊന്നുമല്ല, ഒരുത്തരും തന്നെ ഈ അനുമോളുടെ മറ്റൊരു പയ്യനെയും വെച്ചിട്ട് ആദ്യം ഒരു കവർ പിടിച്ചത് ആ കല്യാണം നടക്കുന്നു എന്നുള്ള രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ കൊടുത്തു. അപ്പൊ ആൾക്കാർക്ക് ഇവനെയാണോ കെട്ടിയത് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പയ്യന്റെ ഫോട്ടോ ഞാൻ കണ്ടില്ല, ഈ സാധനം ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നത് ഇവരെ യഥാർത്ഥ അനുമോളുടെയും ഈ പറയുന്ന പയ്യന്റെയും ഫോട്ടോയാണ്. അപ്പോൾ ആൾക്കാരെ വിളിച്ചു വരുത്താൻ ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഒരു പെണ്ണിന്റെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് പോകണം, അവിടെ ഈ മറ്റൊരു പയ്യനെ കൂട്ടിച്ചേർത്ത് ഇവളെയാണ് കെട്ടിയത് എന്നുള്ള രീതിയിലുള്ള ഫേക്ക് ആയിട്ടുള്ള സംഭവം. ഇതിനകത്ത് ഒന്നേ ഞാൻ വീണ്ടും പറയുന്നു, അസൂയയും കുശുമ്പുമാണ് എന്നുള്ളതാണ്. ഓക്കെ, മാത്രമല്ല നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നും സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. ഞാൻ ഒരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കമൻറ്റ് ഇടുകയോ ഞാൻ പോയി അവരുടെ ജീവിതം നശിപ്പിക്കാനോ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് നല്ല സന്തോഷം സമാധാനവും ഉണ്ട് എന്നുള്ള ഒറ്റ ഇതാണ്. പിന്നെ 2, ഇന്നിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേ കമൻസുകൾ കണ്ടു, എത്ര നാളത്തേക്കാണോ എന്തോ, എന്നാന്തോ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശും കൊണ്ട് മുങ്ങിക്കളി, അങ്ങനെയുള്ള കുറേ കമൻസുകൾ ഞാൻ കണ്ടു. പക്ഷെ എനിക്കിതൊന്നും കണ്ടിട്ട് ഞാനത് കെയർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അതും സത്യമാണ്. ഈ ഒരു കമന്റുകൾ തന്നെയാണ് ഒരുപാട് കണ്ടത്. അതായത് ഹേറ്റ്സ് കമന്റുകൾ വരുന്ന മൊത്തം ഈ ഒരു രീതിയിലാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും ഈ പറയുന്ന ഭുവനെ കുറ്റം പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒരു കമന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിടത്തൊരു കമന്റ് ഇല്ല എന്നുള്ളതാണ്. എല്ലാം കുറ്റങ്ങളും ആർക്കാണ്? അതായത് അനുമോൾക്കാണ്. ഭുവൻ കാണണമെങ്കിൽ ഇവൾ എത്രയും മോശപ്പെട്ടവളാണ്, നിങ്ങൾക്ക് എവളെ കിട്ടിയുള്ള എന്നുള്ള രീതിയിലുള്ള കമന്റ്. അതായത് എത്ര ദിവസം കാണും, ഇത് കൂടിപ്പോയാൽ ഒരാഴ്ച, ഞാൻ എഴുതി തരാം, ഒരു 2 മാസത്തിനുള്ളിൽ പോലും അടുത്ത ഡിവോഴ്സിലേക്ക് വളി നിന്നെ തേക്കും എന്നുള്ള കമന്റുകളാണ് കംപ്ലീറ്റ്. ഇത് മറ്റൊന്നുമല്ല അനു, ഇത് കുരു പൊട്ടി അസൂയ മൂത്ത് ഇരിക്കപ്പുറതി ഇല്ലാതെ ഇടുന്ന കമന്റുകളാണ്. എങ്ങനെയെങ്കിലും നീ ഒന്ന് തുറഞ്ഞു പോയ എന്ന് ആഗ്രഹിച്ചവരടുത്തേക്ക് ഇത്രയും സുന്ദരനായ ഒരു പയ്യനെ കിട്ടിയപ്പോൾ അങ്ങോട്ട് ഉറക്കം വരുന്നില്ല. ഉറക്കം നഷ്ടപ്പെട്ട നാളുകളാണ് നിങ്ങളുടെ ഹേറ്റേഴ്സ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. അപ്പോഴത്തേക്ക് എല്ലാം തീരും. ചിരിക്കുക, ഇത് കേട്ട് ചിരിക്കുക, അത്രേ ഉള്ളൂ. അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഈ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് അല്ലേ, സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണ്, ഫ്രസ്ട്രേഷൻ കൊണ്ട് ജീവിതം മുട്ടിയിരിക്കുന്നവരാണ്. ഒന്നും ജീവിക്കാൻ പറ്റാതെ വീട്ടിലിങ്ങനെ ജോലിക്കും പോകാണ്ട്, ജോലിയില്ല, കയ്യിൽ കാശും ഇല്ലാതെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ. അങ്ങനെ ആക്ഷേപിക്കുന്നുണ്ട്. ഈ ജോലിക്ക് പോകുന്ന ഇവരും ഈ കമന്റ് ഇടുന്നുള്ളൂ. അവര് ജോലിക്ക് പോയി തിരിച്ചു വന്ന് ഇങ്ങനെ നോക്കുമ്പോ ഇവളിതാ അവനെ കെട്ടി കൊണ്ടു കൊടുക്കണം, ഇവള് ഇത്രയും നല്ല പയ്യനെ കിട്ടി എന്ന് വെച്ച് അവരെ ജോലി ഇല്ലാത്തവർ മാത്രമല്ല, ജോലി ഉള്ളവന്മാരും വളരെ നല്ല സ്ഥിതിയിൽ ഇരിക്കുന്നവർക്ക് കുശുമ്പ് ഈ പറയുന്ന ഒരു സാധനം, ജോലി ഉണ്ടെങ്കിൽ എന്ത് ഇല്ലെങ്കിൽ എന്ത്, അതുണ്ടാവും എന്നുള്ളതാണ്. മനസ്സിലായോ? ഈ കുശുമ്പ് എന്ന് പറയുന്ന സാധനം ഇല്ലേ, ഉണ്ടാവും. കണ്ണുകടി എന്ന് പറയുന്ന സാധനം എത്ര ഹൈ ലെവലിൽ ഇരിക്കുന്നവർക്ക് ഉണ്ടാവും. കണ്ണുകടി, എന്റെ ഭർത്താവിനെ കാട്ടി കൊള്ളാമല്ലോ, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിങ്ങനെ നോക്കുമ്പോൾ എന്റെ ഹേറ്റ്സായ എന്റെ ശത്രുവായ അനുമോളെ കെട്ടിയിരിക്കുന്ന പയ്യനെ കൊണ്ടോ ഇവൾക്ക് എത്ര കുട്ടി, ഇവൾക്ക് 2 പറയാം. അത് ജോലി ഇല്ലാത്തവർ മാത്രമല്ല, ജോലി ഉള്ളവർക്ക് ഇത് തന്നെയാണ് പണി. അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അത് മാറ്റിയേക്ക്. അതുകൊണ്ട് എൻ്റെ പേജിൽ നിന്നല്ല, ഞാൻ അക്കൗണ്ടിൽ പോയി ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും ആദ്യം വിചാരിക്കേണ്ട കാര്യം, വിഷമിക്കാൻ പോകരുത്, ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ചൊറിയന്മാർ ഒരു പണി ഇല്ലാതിരിക്കുന്നത്. അതിനിപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കാം അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അസൂയ കുശുമ്പം ഉണ്ടാവും. അത് തന്നെയാണ്. എനിക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ ഒരാൾ കിട്ടുന്നപ്പോൾ ഞാൻ നമ്പർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്, ഞാൻ വിളിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, നല്ലത് കൊടുത്തിട്ടുണ്ട്, നല്ലത്. അപ്പോൾ ഇനി ആരൊക്കെ എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. സത്യം പറയാമല്ലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇട്ട് ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും, സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുറെ ആരെയൊക്കെ വിളിച്ചിട്ട് പിന്നീട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി കണ്ടു കഴിഞ്ഞാൽ കംപ്ലൈന്റ് കൊടുക്കും. കാരണം അനുമോളുടെ വിഷയം നോക്കുമ്പോൾ അവൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെട്ട, അവളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന, അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. അവൾ ഇതുവരെ ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും അവൾ ഈ പറയുന്ന ചെയ്യുന്നുണ്ട്. മാറ്റിവെച്ച കുറച്ചു കാലം കൊണ്ട് മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഈ കല്യാണം കൊണ്ട് അവൾ സാധിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് അതിന്റെ ഒരു വിഷമം കാണും, അവൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു,
ഈ പറയുന്നത് ജോലി ഇല്ലാത്തവർ മാത്രമല്ല, ജോലിയും കൂലിയും ഇല്ലാത്തവർ മാത്രമല്ല ഇത് ചെയ്യുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് നമ്മൾ ചിലപ്പോൾ ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. രണ്ട് ബെസ്റ്റ് ഫ്രണ്ടുകളായിരുന്നു വെച്ചു, രണ്ട് കൂട്ടുകാരികളാണെങ്കിലും ഞാൻ അവളെയും കാട്ടി ബെറ്റർ ആവണം ഞാനെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒൺസ് ഇവർ തമ്മിൽ പിണങ്ങുന്നു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ ശത്രുവിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് ഇത് പെൺകുട്ടികളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്, ആ പെൺകുട്ടിക്ക് നല്ലൊരു വരന് കിട്ടുകയോ അല്ലെങ്കിൽ നല്ലൊരു ഭാവിയിലേക്ക് പോവുകയോ അവളുടെ ആരെങ്കിലും പ്രശംസിക്കുകയോ അവൾ ഉയർച്ചയിലേക്ക് പോവുകയോ പെൺകുട്ടികൾക്ക് ഇതുപോലത്തെ ഒരു കണ്ണുകടിയില്ല എന്നുള്ളതാണ്. അവർ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അല്ലെങ്കിൽ പലരെങ്കിലും കുറച്ചും 4 കുറ്റവും കുറവും പറഞ്ഞ് ഇത് മുടിഞ്ഞു പോകും, ഇതൊരു 6 മാസം നിങ്ങൾ നോക്കിയാൽ ഇവർ ഡിവോഴ്സ് ആവും എന്ന് പറഞ്ഞൊരു ആത്മസംതൃപ്തി കാണുന്ന കുറച്ച് ആൾക്കാർ. അതാണ്, അത് ജോലി ഇല്ലാത്തവർ മാത്രമല്ല എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് പിന്നെ അവരുടെ ഫോട്ടോഷൂട്ട്, അവിടെ അമ്മായിയമ്മയ്ക്ക് ഞാൻ കാണിച്ചിട്ട് ഫോട്ടോഷൂട്ട് ഞാൻ കാണിച്ചു തരാമേ. ഒരു സാധനം എന്നെ നോക്കിയാണ് എടുക്കേ, എന്നെ നോക്ക്, എടുത്തോ ചേട്ടാ. ജിമ്മി പോണ്ട, എടുത്തു ചേട്ടാ, ചേട്ടാ കറക്ക് 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 കറക്ക്. എന്നെ പൂവെടുത്ത്, എന്നെ പൂവെടുത്ത് ആദ്യമായിട്ടാണ് പൂവൻ എടുക്കുന്നത്. ഇല്ല പറ്റും. ആ ഹെയർ ഒന്ന് സൈഡാക്കിയിടോ, ജസ്റ്റ് കുറച്ച് സൈഡാക്കിയിട്ട് എന്നിട്ട് ഒന്നുകൂടെ കൊടുക്കും ഹെയർ. ഇതൊന്നും ഇതിനകത്ത് കമന്റ് ബോക്സിൽ കുറച്ച് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. വിമർശനം ഞാൻ പറഞ്ഞുതരാം. ഇത് എന്തുകൊണ്ടാണ് അനുമോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കേസ്, ഈ ഇന്റർവ്യൂലുടനീളം അനുമോൾ ഓവറായിട്ട് സംസാരിക്കുന്നു എന്നുള്ള ഒരു സംഭവമാണ് മുഖ്യര് പറഞ്ഞത്. കുറച്ച് ഓവറാക്കി ചടമാക്കരുത് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അനുമോൾ പൊതുവെ അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എവിടെ പോയാലും, ഏത് ഇന്റർവ്യൂവിൽ പോയാലും അല്ലെങ്കിൽ ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, എവിടെ പോയാലും അവള് മറ്റുള്ളവരെയും കാട്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, എവിടെയല്ല, ബിഗ് ബോസിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്റർവ്യൂവിലായിക്കോട്ടെ, ഇന്റർവ്യൂവർക്ക് സംസാരിക്കാൻ വിട്ടുകൊടുക്കില്ല. അതിന് മുമ്പേ എവള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അനുമോൾ. അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന റിയാലിറ്റി ഷോയിലായിക്കോട്ടെ, അവിടെയൊക്കെ അനുമോൾ ഉണ്ടെങ്കിൽ അവളില്ലാത്ത ഒരു എപ്പിസോഡ് കാണത്തില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ കണ്ടന്റ് കൊടുക്കുമ്പോൾ അതൊരു ശീലമാണ് ഒന്ന്. രണ്ടാമത്തെ ഇവിടെ വരുന്നത്, ഇത് ഇവരുടെ വീട് എന്ന് വെച്ചാൽ തമിഴ്നാട് പോയല്ല എടുക്കുന്നത്, ഇവരിപ്പം താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അവിടെ വന്ന് അനുമോളുടെ ഈ വരുന്നവരും മലയാളികള്, ഈ ക്യാമറമാനും മലയാളികള്, ഇവർക്ക് തമിഴാണ്, ഇവർ മലയാളം വലിയ വശമില്ലാത്തത് കൊണ്ട് ഇവർക്ക് സംസാരിക്കാനൊന്നും ഇല്ല വലുതായിട്ട്. ഇതുപോലെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അനുമോളുടെ ചാനലിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ഷൂട്ടാണ് ഈ സാധനം. അപ്പോ ഇതിനകത്ത് അനുമോൾക്ക് പറയാനുള്ള, അവൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇനി അവരുടെ അവനിപ്പം ഈ പറയുന്ന എന്താണ് ചാനലൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഇതിലിപ്പോ ഒരു തമിഴാണ് വന്നിരിക്കും, നേരെ തിരിച്ചായിരിക്കും അവരായിരിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. എങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അവിടെയും അനുമോള് എന്ത് ചെയ്യത്തില്ല, ഈ പറയുന്ന പിന്നെ മിണ്ടാതിരിക്കത്തില്ല. അവള് അറിഞ്ഞുകൂടെങ്കിൽ എന്തെങ്കിലും അത് അവരുടെ ക്യാരക്ടറാണ്, അത് ഓവർ ആക്കുന്നതല്ല. അത് നമ്മൾ ഓവറായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടെന്ന് അറിയാം, അനുമോള് ഒരു ഓവറായിട്ട് സംസാരിക്കുന്നത് തോന്നുന്നു. കാരണം അവരൊന്നും മിണ്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ നമ്മള് യഥാർത്ഥം പറഞ്ഞാൽ എന്താണ് സംഭവം, അനുമോള് സംസാരിക്കുന്നില്ല, അവരൊന്നും മിണ്ടുന്നില്ല. അവർ ഈ തമിഴായിട്ട് അവർക്ക് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ എടുത്തു വെക്കുന്ന കാര്യം, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇത് കുറെ കാലം കൊണ്ട് അവളുടെ മനസ്സിൽ ആഗ്രഹിച്ച, അല്ലെങ്കിൽ എൻ്റെ ഒരു കല്യാണം കഴിയുമ്പോൾ എനിക്ക് ഇതൊക്കെ ചെയ്യണം, പ്രീ വെഡിങ്, പിന്നീട് പോസ്റ്റ് വെഡിങ്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യണം, ഇന്നതുപോലെ ചെയ്യുന്നൊക്കെ ആഗ്രഹങ്ങളാണ് അവൾ തീർക്കുന്നത് എന്നുള്ളത്. നമുക്കൊരു ചിലവർക്ക് ചെറിയൊരു ഇറിറ്റേഷൻ തോന്നാൻ കാരണം, ഈ ഫോട്ടോഷൂട്ട് എടുക്കുന്ന സാധനമില്ലേ, എടുക്കുന്ന ആ ഷൂട്ടിങ് അത് കാണിക്കുമ്പോൾ ചെറിയൊരു ഇത് വേണ്ടായിരുന്നു. പക്ഷെ ഇത് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ്, അല്ലാതെ നമ്മളെല്ലാവരും ആസ്വദിച്ചതിന് ആ എടുക്കുന്ന സംഭവം, അപ്പൊ സംസാരിക്കുന്ന സാധനവും അത് കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഈ അനുമോൾ മാത്രം എന്തെങ്കിലും സംസാരിച്ചത്, ഓവറായിട്ട് സംസാരിക്കുന്നത് എന്നൊക്കെ തോന്നുന്നത്. ഓക്കെ, ഇനി അടുത്തത് അനുമോള് അവരുടെ വീട്ടിലേക്ക്, ഈ പറയുന്ന ഭുവൻ താമസിക്കുന്ന അതിന് മറ്റൊരു കേസും കൂടി പറയാം. ഇതിനകത്ത് മറ്റൊരു കമന്റും കൂടി വന്നത്, എല്ലാവരെയും ചേട്ടാ എന്ന് വിളിക്കുന്ന അനുമോൾ എന്തുകൊണ്ട് ഭുവൻ എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിലും എനിക്ക് തോന്നുന്നത് ഇവര് നേരത്തെ പരിചയപ്പെട്ടതാണ്. അപ്പോഴേ ഭുവൻ എന്ന് വിളിച്ച് അതൊരു ശീലമായി കാണും. ചിലപ്പോൾ ഇത് മാറുമായിരിക്കാം, പെട്ടെന്ന് മാറ്റാനുള്ള ഒരു ഇതായിരിക്കാം. അതുകൊണ്ട് പൊതുവെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ, ആരെ കണ്ടാലും ചേട്ടാന്നല്ലാതെ അങ്ങനെ അല്ലെ ആ വയസ്സായ ഒരു അമ്മയെന്നല്ലാതെ ഇങ്ങനെ വിളിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഭുവന അത്രയ്ക്കും ഒരു ഫ്രണ്ട്ഷിപ്പ്, എടാപോട എന്നുള്ളൊരു ബന്ധം കൊണ്ടായിരിക്കാം, അപ്പം അവർക്ക് അത്രയ്ക്കുമായിട്ട് മാനസികമായിട്ടൊരു അടുപ്പം ഉള്ളതായതുകൊണ്ടായിരിക്കാം അങ്ങനെ വിളിക്കുന്നത്. ഈ ചേട്ടാന്ന് വിളിക്കുമ്പോൾ വെച്ച് കെട്ടി വിളിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഓക്കെ, ഇനി അടുത്ത അവരെ വീട്ടിലേക്ക് പോകുന്നത്, ഇതാണ് കേട്ടോ അമ്മ. ഈ കൂടെ നിൽക്കുന്നത്
എനിക്ക് തോന്നുന്നു അനിയത്തിയാണെന്ന് അറിയത്തില്ല, മേ ബി. നിങ്ങളും അഴകാർക്കമ്മ സുന്ദരൻ സുന്ദരി. ഓ ഇത് സുന്ദരിയാ. എന്റെ എത്ര പേര് പറഞ്ഞു അമ്മ സുന്ദരി, നല്ല സുന്ദരി അമ്മായിയമ്മ കിട്ടിയെന്നാണ് എന്നോട് പറഞ്ഞത്. സുന്ദരി നിലവിളക്ക് ഉണ്ടോ അമ്മ? അങ്ങനെ ഉണ്ടാ? ഞാൻ വിചാരിച്ചു നിലവിളക്കും കൊണ്ട് താഴെ വന്ന് നിൽക്കുമെന്നു. അങ്ങനെ വന്നു അവിടെ വെച്ചല്ലേ ചടങ്ങ്. അപ്പൊ അങ്ങനെയില്ല. ഓക്കെ, സുന്ദരന് സുന്ദരി. ഓക്കെ, അമ്മ സംസാരിക്കുന്നത് എങ്ങനെ ഞാൻ പറഞ്ഞില്ല, അവർക്ക് ഒന്നാമത്തെ കേസ് തമിഴായത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഫ്ലുവൻസി ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായോ? പിന്നെ അനുമോൾ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ ഇതെന്റെ ആദ്യം എനിക്കൊരു ചമ്മലൊന്നുമില്ല, കാരണം അവള് സ്ഥിരം അവിടെ വരുന്നതാണ്, മുംബൈ വന്നിട്ടുണ്ട്, അതായത് അവരുടെ കല്യാണത്തിന് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ പ്രണയമായിരുന്നോ എനിക്കറിയത്തില്ല, എങ്ങനെയാണെന്നൊന്നും പിടുത്തമില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ അത് വരുമായിരുന്നു. ഈ പറയുന്ന അമ്മായിയുമായിട്ടൊക്കെ വളരെ ക്ലോസ് ആണ്. അതുമല്ല പിന്നീട് അവിടെ വന്ന ഫുഡ് ആഹാരം പാകം ചെയ്യുക ഒക്കെ എല്ലാ സംഭവവും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ഒരു വീഡിയോക്കകത്തുള്ളത്. മെയിനായിട്ട് അവരുടെ വീട് അവർ നമുക്ക് കാണിച്ചു തരുന്നു. അതിനോടൊപ്പം തനിക്കെതിരെ വരുന്ന ഹേറ്റ്സ് കമന്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഹേറ്റ്സ് വീഡിയോസിനെ കുറിച്ച് സംസാരിക്കുന്നു, അമ്മായിയമ്മയെ പരിചയപ്പെടുത്തുന്നു, പിന്നെ ഒരു ഫോട്ടോഷൂട്ട്. ഇത്രയാണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഈ പറയുന്ന ഹേറ്റ്സ് ഇടുന്നവർ അല്ലെങ്കിൽ ഹേറ്റ്സ് കമന്റ് ഇടുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നവർ കുരുപൊട്ട് അസൂയ മൂത്ത് പണ്ടാരടങ്ങി ഇടുന്ന കമന്റുകളാണെന്ന് മനസ്സിലാക്കുക. അതിന്റെ മെയിൻ കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പറയുന്ന ഭുവൻ എന്ന് പറയുന്ന കാണാൻ സ്വന്തമുള്ള അല്ലെങ്കിൽ ആര് കണ്ടാലും നല്ലതെന്ന് പറയുന്ന ഒരു കുറ്റവും പറയാൻ പറ്റാത്ത ഒരു പയ്യനെ തനിക്ക് കിട്ടിയില്ല. എന്റെ ശത്രുവായി നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ വെറുക്കുന്ന, ഞാൻ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്ത് അവർ കരഞ്ഞു തീർക്കുന്നതാണ്, അവർ മോങ്ങി തീർക്കുന്നതാണ്. അവരിനി ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടേയിരിക്കും. അത് കുറച്ച് ഇനി എങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പാകപ്പിഴ കണ്ടു കഴിഞ്ഞാൽ അതിട്ട് ആഘോഷിക്കാൻ വേണ്ടി ഇരിക്കുന്ന കുറെ നാറികളുണ്ട്. അതിനെ മൈൻഡ് ചെയ്യാതിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട് ജീവിച്ച് തീർക്കാൻ ശ്രമിക്കാം. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.